അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന ഓങ്കാരമൂർത്തിയാണ് ഓച്ചിറ പരബ്രഹ്മസ്വാമിയെന്ന് മലയാളികൾക്കെല്ലാം അറിയാം. ചുറ്റുവിളക്കും മീനാക്ഷികാവും കൽച്ചിറയുമുള്ള മുടന്തനും കുരുടനും ഊമയും ദുഃഖിതരായവരുമൊക്കെയും നൊന്തു വിളിക്കുമ്പോൾ കാരുണ്യമേകുന്ന ഈ സന്നിധിയിലാണ് പ്രശസ്തമായ ഓച്ചിറക്കളി നടക്കുന്നത്. ശ്രീകോവിലും നാലമ്പലവും നിവേദ്യവുമില്ലാത്ത പ്രസാദമായി ചെളി നൽകുന്ന ഈ ക്ഷേത്രം കൊല്ലം ജില്ലയുടെ തെക്കേ അതിർത്തിയായ ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്നു. നാഷണൽ ഹൈവേയിൽ കായംകുളത്ത് നിന്ന് കൊല്ലം റൂട്ടിൽ ഏകദേശം 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഓച്ചിറയിലെത്താം. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഓച്ചിറ ക്ഷേത്രം ഇന്ന് നിൽക്കുന്ന സ്ഥലം പണ്ട് വനപ്രദേശമായിരുന്നു. ഇവിടെ ബ്രാഹ്മണനായ ഒരു യോഗി വർണ്ണാശ്രമം തീർത്ത് തപസ്സനുഷ്ഠിച്ചിരുന്നു. ഇദ്ദേഹത്തിന് ഉണ്ണിക്കോരൻ എന്ന പേരുള്ള ഒരു സേവകനും ഉണ്ടായിരുന്നു. സന്യാസിക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കുകയായിരുന്നു അക്ഷരാഭ്യാസമോ ലോകപരിചയമോ ഒന്നുമില്ലാത്ത ഉണ്ണിക്കോരന്റെ ജോലി. എന്നും വെളുപ്പിന് ഉണ്ണിക്കോരൻ എഴുന്നേറ്റ് കുളിച്ച് ഗുരുവിന് പൂജയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കും. വെളുപ്പിനെ ഗുരു ഹോമവും ധ്യാനവും തുടങ്ങും. പിന്നെ കഠിന തപസ്സാരംഭിക്കും. ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. അപ്പോൾ ഉണ്ണിക്കോരൻ ഒരു സംശയമുണ്ടായി. എന്തിനാണ് ഗുരു ഇങ്ങനെ കഠിനമായി തപസ് ചെയ്യുന്നത്? തന്റെ സംശയം ഗുരുവിനോട് ചോദിക്കാൻ ആദ്യം ധൈര്യം വന്നില്ലെങ്കിലും പതിയെ ധൈര്യം സംഭരിച്ച് ഒരു ദിവസം ഗുരുവിനോട് ചോദിച്ചു, അല്ലയോ ഗുരു, അങ്ങ് എന്തിനാണ് ഇങ്ങനെ കഠിനമായി തപസ് ചെയ്യുന്നത്? പരബ്രഹ്മത്തെ പ്രത്യക്ഷപ്പെടുത്താനാണ്, ഗുരു പറഞ്ഞു. ഉണ്ണിക്കോരന്റെ അടുത്ത സംശയം വന്നു കഴിഞ്ഞു. ഗുരു, പരബ്രഹ്മം എങ്ങനെയിരിക്കും? ഉണ്ണിക്കോരന്റെ വിഡ്ഢി ചോദ്യം കേട്ട് ഗുരുവിന് ദേഷ്യം വന്നു. ആ പറമ്പിൽ നിൽക്കുന്ന ഒരു കാളയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ദേ അതുപോലെ ഇരിക്കും പരബ്രഹ്മം എന്ന് മറുപടി പറഞ്ഞു. പാവം ഉണ്ണിക്കോരൻ അത് വിശ്വസിച്ച് തൊഴുതു നിന്നു. എല്ലാ ദിവസവും തന്റെ പണിയൊതുക്കി ഈ കാളയെ ഉണ്ണിക്കോരൻ വന്ന് തൊഴുത് വന്ദിക്കാൻ തുടങ്ങി. മറ്റൊന്നും പ്രാർത്ഥിക്കാൻ അറിയാത്തതുകൊണ്ട് ഈ പാവത്തിനെ രക്ഷിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചു പോന്നു. ഇങ്ങനെ ദിവസവും വെള്ളക്കാളയെ നോക്കി നിന്ന് തൊഴാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ദൈവമേ എന്റെ കൂടെ വരുവോ എന്ന് ചോദിക്കാനും തുടങ്ങി. മാത്രമല്ല കാളയുടെ അടുക്കിലേക്ക് ചെല്ലാനും. കാള അവനെ കണ്ടാൽ ഓടി മറയുകയില്ല. ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. ഒരു ദിവസം ഗുരു 3 ഭാണ്ഡങ്ങളിലായി തന്റെ സാധനങ്ങളെല്ലാം കെട്ടിവെച്ചിട്ട് ഉണ്ണിക്കോരനോട് പറഞ്ഞു, നാളെ രാവിലെ ഞാൻ കന്യാകുമാരിയിൽ ദേവീ ദർശനത്തിന് പോവുകയാണ്. ഈ ഭാണ്ഡങ്ങൾ എടുത്തുകൊണ്ട് നീ എന്റെ പുറകെ വരണം. അവൻ തലകുലിക്ക് സമ്മതിച്ചെങ്കിലും ആ 3 ഭാണ്ഡക്കെട്ടുകളിൽ ഒന്നുപോലും എടുത്തുകൊണ്ടുപോകാനുള്ള കെൽപ്പ് അയാൾക്കുണ്ടായിരുന്നില്ല. ഈ 3 ഭാണ്ഡങ്ങളും ചുമന്നുകൊണ്ട് എങ്ങനെ താൻ അത്ര ദൂരം നടക്കുമെന്ന് ആശങ്കപ്പെട്ടാണ് ഉണ്ണിക്കോരൻ ഉറങ്ങാൻ കിടന്നത്. ഉറക്കത്തിൽ അവൻ ഒരു സ്വപ്നം കണ്ടു. തന്റെ പരബ്രഹ്മമായ കാള പ്രത്യക്ഷപ്പെട്ടിട്ട്, നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും. 2 ഭാണ്ഡങ്ങൾ എന്റെ കൊമ്പുകളിലായി തൂക്കിയിട്ടുകൊള്ളൂ. ഒരു ഭാണ്ഡം നീയും തലയിലേറ്റിക്കൊണ്ട് നടന്നുകൊള്ളൂ എന്ന് പറഞ്ഞു. പിറ്റേന്ന് വെളുപ്പിനെ ഗുരു യാത്രയ്ക്കൊരുങ്ങി. 3 ഭാണ്ഡങ്ങളും ഉണ്ണിക്കോരന്റെ തലയിലേറ്റി ഗുരു നടന്നു. 3 ഭാണ്ഡത്തിന്റെയും ഭാരം കാരണം അവന് നടക്കാൻ പ്രയാസമായി. 2-3 ചുവട് മുന്നോട്ട് നടന്നപ്പോൾ തന്റെ പിറകിൽ ഒരു മണികിലുക്കം ഉണ്ണിക്കോരൻ കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോ പരബ്രഹ്മമായ വെള്ളക്കാള പിറകിൽ നിൽക്കുന്നു. കാള തല കാണിച്ചു കൊടുത്തു. അതിന്റെ 2 കൊമ്പുകളിലും 2 ഭാണ്ഡങ്ങൾ തൂക്കിയിട്ടു. ഒരു ഭാണ്ഡം തലയിലേറ്റി അവനും നടന്നു. നടന്നു നടന്ന് അവർ ഒരു കാട്ടുപ്രദേശത്തെത്തി. കാടിന്റെ നടുക്കുകൂടി ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാനുള്ള ഒരു പാതയേ ഉള്ളൂ. പാതയുടെ ഇരുവശവുമുള്ള വള്ളിപ്പടർപ്പുകൾ പാതയിലേക്ക് വീണ് കിടക്കുന്നു. വള്ളികൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഇവിടെ എത്തിയപ്പോൾ തന്റെ പിറകെ വരുന്ന കാളയുടെ കൊമ്പുകൾ ഈ വള്ളിയിൽ ഉടക്കുമെന്ന് തോന്നിയ ഉണ്ണിക്കോരൻ തിരിഞ്ഞു നിന്ന് കാളയോട് പറഞ്ഞു, കൊമ്പ് ചെരിച്ചു പിടിച്ചു പോരൂ, ഇല്ലെങ്കിൽ വള്ളിയാൽ ഉടക്കും. ശബ്ദം കേട്ട് ഗുരു ആരോടാണ് സംസാരിച്ചത് എന്ന് ചോദിച്ചു. പിറകെ വന്ന കാളയോടാണ് എന്ന് ഉണ്ണിക്കോരൻ മറുപടി പറഞ്ഞു. കാളയോ? എന്നായി ഗുരു.
തന്റെ പിറകെ ഒരു കാള നടന്നു വരുന്നുണ്ടെന്നും തന്റെ ശിരസിലേറ്റി തന്നതിൽ 2 ഭാണ്ഡങ്ങൾ അതിന്റെ കൊമ്പിൽ തൂക്കിയിട്ടിരിക്കുകയാണെന്നും ഉണ്ണിക്കോരൻ പറഞ്ഞു. ഗുരുവിന് അവന്റെ പറച്ചിലിൽ വിശ്വാസം വന്നില്ല. എവിടെ കാള എന്ന് ഗുരു ചോദിച്ചു. തന്റെ പിറകിലുണ്ടെന്ന് ഉണ്ണിക്കോരൻ പറഞ്ഞു. കാണുന്നില്ലെന്നായി ഗുരു. എന്നെ തൊട്ടുകൊണ്ട് നോക്ക്, അപ്പ കാണാം എന്ന് ഉണ്ണിക്കോരൻ പറഞ്ഞപ്പോൾ ഗുരു അപ്രകാരം ചെയ്തു. അതാ ഉണ്ണിക്കോരന്റെ പിറകിൽ കാള നിൽക്കുന്നു. അതിന്റെ ഇരുകൊമ്പുകളിലും തന്റെ ഭാണ്ഡങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. ഒരു നിമിഷമേ ഗുരുവിന് ഈ കാഴ്ച കാണാൻ കഴിഞ്ഞുള്ളൂ. അടുത്ത നിമിഷം കാള അപ്രത്യക്ഷമായി. ഗുരുവിനൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഉണ്ണിക്കോരൻ പറഞ്ഞു, ഗുരുവല്ലേ അന്ന് ഒരു കാളയെ കാണിച്ചു തന്നിട്ട് പരബ്രഹ്മം ഇതുപോലെ ഇരിക്കുമെന്ന് പറഞ്ഞത്? അന്നു മുതൽ ഞാൻ ഈ കാളയെ നോക്കി. പിന്നെ എന്റെ കൂടെ വരാമെന്ന് ആ കാള പറഞ്ഞു. സംഗതി മനസ്സിലാക്കിയ ഗുരു തനിക്കാണ് തെറ്റുപറ്റിയത് എന്ന് തിരിച്ചറിഞ്ഞു. ഉണ്ണിക്കോരന്റെ കാലിൽ വീണ് മാപ്പപേക്ഷിച്ചു. തനിക്ക് തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞു. അങ്ങാണ് തന്റെ ഗുരുവെന്നും തന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്നും അപേക്ഷിച്ചു. മാത്രമല്ല, നമുക്ക് തിരിച്ചു പോകാം. അങ്ങയെ ഗുരുവായി സ്വീകരിച്ച് താൻ ശിഷ്ടകാലം കഴിഞ്ഞുകൊള്ളാമെന്നും പറഞ്ഞു. തിരിച്ചെത്തിയ ഉണ്ണിക്കോരന്റെ ശിഷ്യനായി ഗുരു. അയാൾക്ക് മറ്റനേകം ശിഷ്യന്മാരും വന്നുകൂടി. എങ്കിലും ഉണ്ണിക്കോരൻ യാതൊരുവിധ പൂജയോ ഹോമമോ നടത്തിയില്ല. കാളയെ മാത്രം ആരാധിച്ചു പോന്നു. ഉണ്ണിക്ക് വയസ്സായി. മരണസമയമായപ്പോൾ കാളയെ ധ്യാനിച്ചു കിടന്നപ്പോൾ കാള പ്രത്യക്ഷമാവുകയും കാളയുടെ ഉടൽ മെല്ലെ മാഞ്ഞു പോവുകയും കൊമ്പുകൾ മാത്രം കാണുമാറാവുകയും ചെയ്തു. ആ കൊമ്പുകൾ നിന്നിരുന്ന സ്ഥലത്താണ് ഇന്ന് 2 ആലുകൾ നിൽക്കുന്നതെന്നാണ് സങ്കല്പം. നിഷ്കളങ്കനായ ഭക്തൻ വിളിച്ചാൽ പരബ്രഹ്മം പോലും വരുമെന്ന ഈ കഥ നിഷ്കളങ്ക ഭക്തിയുടെ ഉത്തമ ഉദാഹരണമായി നിലകൊള്ളുന്നു. പ്രബലമായ ഐതിഹ്യത്തിൽ ഈ സന്യാസി അകവൂർ നമ്പൂതിരിപ്പാടാണ്. അയാളുടെ സേവകനായ അകവൂർ ചാത്തനാകട്ടെ പറയുപെറ്റ പന്തിരുകുലത്തിലെ ഒരാളു കൂടിയാണ്. അകവൂർ നമ്പൂതിരിപ്പാടിന് ഗുരുവായി മാറുന്നത് ഈ ചാത്തനാണ്. പരബ്രഹ്മം എന്തുപോലെ ഇരിക്കുമെന്ന ചോദ്യത്തിന് മാടൻ പോത്തിനെ പോലെ ഇരിക്കുമെന്നാണ് അകവൂർ നമ്പൂതിരിപ്പാട് മറുപടി പറഞ്ഞത്. മാടൻ പോത്തിനെ ഒരു മണ്ഡലകാലം ഭജിച്ചതോടെ പരബ്രഹ്മം മാടൻ പോത്തിന്റെ രൂപത്തിൽ ചാത്തന് പ്രത്യക്ഷപ്പെട്ടതായാണ് കഥ. അതേസമയം പണ്ടുകാലത്ത് ഓച്ചിറ ബുദ്ധമതക്കാരുടെ അധിവാസ കേന്ദ്രമായിരുന്നു എന്നതിന് പല ഗവേഷകരും ചരിത്രപരമായ തെളിവുകൾ ഉന്നയിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഇന്ന് നടന്നുവരുന്ന പല ആചാരങ്ങളും ബുദ്ധമത സ്വാധീനമുള്ളവയാണ്. ക്ഷേത്രവും പ്രതിഷ്ഠയും ഇല്ലാതെ തന്നെ അവർ ആരാധന നടത്തിയിരുന്നു. മാത്രമല്ല, ആരാധനാസ്ഥലം 2 ആലുകളാണ് എന്നതും പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നു. ആലുകളെ ആരാധിക്കുന്ന രീതി ബുദ്ധമതക്കാർക്കുണ്ട്. ആലിന്റെ ചുവട്ടിൽ വെച്ചാണ് ശ്രീബുദ്ധന് ജ്ഞാനോദയം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ആൽമരം ബുദ്ധമതക്കാർക്ക് പവിത്ര വൃക്ഷവുമാണ്. ഓച്ചിറ ക്ഷേത്രത്തിൽ കാണുന്ന മതമൈത്രിയും ബുദ്ധമതത്തിൽ നിന്നുണ്ടായതാകാം. ക്ഷേത്രത്തിൽ ഇന്നും സംഘടിപ്പിച്ചു പോരുന്ന സാൻമാർഗിക ചിന്താ സദസ്സുകളും അന്നദാനവും ഔഷധദാനവും എല്ലാം ബുദ്ധമതത്തിന്റെ സംഭാവനയാണ് എന്നും കരുതി പോരുന്നുണ്ട്. ഇവിടെ ഒരു ബുദ്ധവിഹാരം ഉണ്ടായിരുന്നുവെന്നും ഹിന്ദുക്കൾ അതിനെ ഇല്ലാതാക്കാൻ മുൻകൈയെടുത്തിരുന്നുവെന്നും ചരിത്രകാരന്മാർ പറയുന്നു. അങ്ങനെ ബുദ്ധമത വിഹാരം ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് ഇവിടെ ശിവനെ പ്രതിഷ്ഠിച്ചതുപോലും. ബുദ്ധമത സ്ഥാനം മാറ്റി ഇവിടെ പരബ്രഹ്മമൂർത്തിയെ പ്രതിഷ്ഠിച്ചില്ലെങ്കിലും ക്ഷേത്രം പണികഴിപ്പിക്കാനായില്ല എന്നത് ഒരു പ്രത്യേകതയായി കരുതിപ്പോരുന്നു. പടനിലത്തിലെ ഓച്ചിറക്കളി നടക്കുന്നത് മിഥുനം 1-2 തീയതികളിലാണ്. പണ്ടുകാലത്തെ പടയാളികളുടെ വേഷത്തിൽ വാളും പരിചയം കൊണ്ട് നടത്തുന്ന യുദ്ധമുറകൾ ഇവിടെയല്ലാതെ മറ്റൊരു ക്ഷേത്രമുറ്റത്തും കാണാൻ സാധിക്കുകയില്ല. AD 1720 ഇത് കണ്ടതായി പാശ്ചാത്യനായ കാൻഡർ വിഷർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പടനിലത്തെ സമരകലാ പ്രകടനം അവസാനിക്കുന്നതോടെ ഓച്ചിറക്കാളകളെ പടനിലത്തെത്തിക്കും. കാളകളെ കളിക്കാർ വണങ്ങിയ ശേഷം പിരിയുകയും ചെയ്യുകയാണ് പതിവ്.